ഇന്ത്യയുടെ ജനസംഖ്യ. ഈ വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? ദാരിദ്ര്യം, വിദ്യാഭ്യാസക്കുറവ്, അങ്ങനെ പലതും. പക്ഷെ യഥാർത്ഥ കാരണം ഇതൊന്നുമല്ലെങ്കിലോ? ശരിക്കും ഇന്ത്യയുടെ ഈ ജനസംഖ്യാ രഹസ്യത്തിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് മറ്റെവിടെയുമല്ല, നമ്മുടെ കാൽക്കീഴിലുള്ള ഈ മണ്ണിൽ തന്നെയാണ്. നമുക്കൊന്ന് കുഴിച്ചു നോക്കിയാലോ? അപ്പോ ഒന്നാമത്തെ ഭാഗം ഇന്ത്യയുടെ ഈ ജനസംഖ്യ പ്രഹേളിക. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയധികം ആളുകൾ? ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? മിക്കവാറും ദാരിദ്ര്യം, വിദ്യാഭ്യാസക്കുറവ്, ഇതൊക്കെയാവും മനസ്സിൽ വരുന്നത് അല്ലേ? പക്ഷേ അതൊരു ഭാഗം മാത്രമാണ്. യഥാർത്ഥ കാരണം അതൊക്കെ തന്നെയാണോ? 147 കോടി. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ജനസംഖ്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളുള്ള രാജ്യം. അതെ, നമ്മൾ ചൈനയെ മറികടന്നിരിക്കുന്നു. ഇതിലെ ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ 18% ജനങ്ങളും ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. പക്ഷെ അവർക്കെല്ലാവർക്കും കൂടി ജീവിക്കാൻ കിട്ടുന്നതോ ലോകത്തിന്റെ വെറും 2% ഭൂമി മാത്രം. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഈ കണക്ക് കേൾക്കുമ്പോ ആർക്കാണ് തോന്നാത്തത്, ഹോ, ഇന്ത്യയിൽ എന്തുമാത്രം ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണെന്ന്? അപ്പോ നമ്മൾ സാധാരണയായി കേൾക്കുന്ന കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ദാരിദ്ര്യം, വിദ്യാഭ്യാസത്തിന്റെ കുറവ്, അല്ലെങ്കിൽ കുടുംബാസൂത്രണം ശരിയല്ലാത്തത്. ചിലര് പറയും UP, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളാണ് കാരണമെന്ന്. പക്ഷെ സത്യം പറഞ്ഞാല് ഇതൊന്നും പൂർണ്ണമായ ചിത്രമല്ല. കഥയുടെ ഒരു ചെറിയ ഭാഗം മാത്രം. യഥാർത്ഥ ഉത്തരം ഇതിലൊന്നുമല്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ഭൂമിശാസ്ത്രപരമായ ഉത്തരം. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയുടെ ഈ വലിയ ജനസംഖ്യാ രഹസ്യത്തിന്റെ യഥാർത്ഥ ഉത്തരം നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. പക്ഷെ നമ്മളത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല, അത്രയുള്ളൂ. ഒരു സ്ഥലത്തെ ജനസംഖ്യയെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവിടുത്തെ ഭൂമിശാസ്ത്രമാണ്. അതെ, ഒരു നാടിന്റെ മണ്ണും മലകളും പുഴകളുമൊക്കെയാണ് അവിടെ എത്ര പേർക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തീരുമാനിക്കുന്നത്. അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. നിങ്ങൾ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായി കാണാം. ലോകത്തിലെ വമ്പൻ പുരാതന നാഗരികതകളില്ലേ, അതെല്ലാം എവിടെയാണ് വളർന്നു വന്നതെന്ന് നോക്കിയിട്ടുണ്ടോ? ഫലഭൂയിഷ്ടമായ നദീതീരങ്ങളിൽ. മെസപ്പൊട്ടോമിയ, ഈജിപ്റ്റ്, ചൈന, പിന്നെ നമ്മുടെ സ്വന്തം സിന്ധു നദീതട സംസ്കാരം. കാരണം വളരെ സിമ്പിളാണ്. കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണുണ്ടെങ്കിൽ ആവശ്യത്തിന് ഭക്ഷണമുണ്ട്. ഭക്ഷണമുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റും. അത്രയുള്ളൂ കാര്യം. അങ്ങനെ നമ്മൾ മൂന്നാം ഭാഗത്തേക്കെത്തുന്നു. ആ മഹത്തായ ഫലഭൂയിഷ്ഠ സമതലം. ഇന്ത്യയുടെ ജനസംഖ്യയുടെ താക്കോൽ ഒളിഞ്ഞിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സവിശേഷമായ ഒരു ഭൂപ്രദേശത്താണ്. ഇതാണ് ആ സ്ഥലം, ഇന്തോ-ഗംഗാ സമതലം. നിങ്ങൾ ഭൂപടം എടുത്തു നോക്കിയാൽ പാകിസ്ഥാനിലെ സിന്ധ് മുതൽ അങ്ങ് ബംഗ്ലാദേശ് വരെ ഒരു പച്ച പരവതാനി വിരിച്ചതുപോലെ കാണാം. പഞ്ചാബ്, ഹരിയാന, ഡൽഹി, UP, ബിഹാർ, ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. ഇത് വെറുമൊരു സമതലമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമതലമാണ്. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഹിമാലയം അതിന്റെ മണ്ണ് അലിയിച്ചൊഴുക്കി ഉണ്ടാക്കിയെടുത്ത ഒരു അത്ഭുതം. അതിന്റെ വലിപ്പം എത്രയാണെന്നറിയാമോ? ഏതാണ്ട് 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഒന്നാലോചിച്ചു നോക്കൂ. ലോക ജനസംഖ്യയുടെ 10-1 കൂടുതൽ ആളുകൾ, അതായത് ഏകദേശം 90 കോടി ജനങ്ങൾ ജീവിക്കുന്നത് ഈ ഒരൊറ്റ ഭൂപ്രദേശത്താണ്. ശരിക്കും അവിശ്വസനീയമാണല്ലേ? ഇതിന്റെ ശരിക്കുള്ള വലിപ്പം മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇതിനെ മറ്റുള്ളവയുമായി ഒന്ന് താരതമ്യം ചെയ്യണം. നമ്മൾ കേട്ടിട്ടുള്ള ചൈനയിലെ ഉത്തരസമതലമല്ലേ, അതിന്റെ ഇരട്ടിയിലധികം വലിപ്പമുണ്ടിതിന്. ഇനി ഈജിപ്തിലെ നൈൽ താഴ്വരയുടെ കാര്യമെടുത്താലോ, അതിന്റെ 20 ഇരട്ടിയിലധികം വരും ഇത്. അപ്പോ ഓർത്തു നോക്കൂ, എന്തുമാത്രം വലിയൊരു അനുഗ്രഹമാണിതെന്ന്. നാലാമത്തെ ഭാഗം ഹിമാലയം, ഒരു ത്രിഗുണ നേട്ടം. ഈ സമതലത്തിന് ജീവൻ കൊടുക്കുന്ന, അതിനെ ഇത്രയധികം ഉൽപാദനക്ഷമമാക്കുന്ന ഒരു പവർ ഹൗസുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഹിമാലയം തന്നെ. ശരിക്കും പറഞ്ഞാൽ ഹിമാലയം നമുക്കൊരു 3 തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് തരുന്നത്. ഒന്നാമത്തേത്, വർഷം മുഴുവൻ മഞ്ഞുരുകിയൊഴുകുന്ന വറ്റാത്ത നദികൾ. രണ്ടാമത്തേത്, മധ്യേഷ്യയിൽ നിന്ന് വരുന്ന ആ തണുത്തുറഞ്ഞ കാറ്റിനെ തടഞ്ഞു നിർത്തുന്ന ഒരു ഭീമൻ മതിലുപോലെ പ്രവർത്തിക്കുന്നു. മൂന്നാമത്തേത്, നമ്മുടെ മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി ഇന്ത്യയിൽ മുഴുവൻ മഴ പെയ്യിക്കുന്ന ഒരു ഭീമൻ എഞ്ചിനായി പ്രവർത്തിക്കുന്നു. അപ്പോ ഈ 3 കാര്യങ്ങളും കൂടെ ഒരുമിച്ച് വരുമ്പോ എന്ത് സംഭവിക്കുമെന്നൊന്ന് ഓർത്തു നോക്കൂ. വർഷം മുഴുവൻ കൃഷി ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ കാലാവസ്ഥ. അതായത് ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ വർഷത്തിൽ 2-3 തവണ വിളവെടുക്കാം. ഇത് ലോകത്ത് വേറെ എവിടെയും അത്ര എളുപ്പത്തിൽ നടക്കില്ല. ഇതൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല കേട്ടോ. ഏകദേശം 2300 വർഷം മുൻപ് ഇന്ത്യയിലെ വന്ന ഗ്രീക്ക് ചരിത്രകാരനായ മെഗസ്തനീസ് പോലും ഇവിടത്തെ ആളുകൾ ഒരു വർഷം 2 തവണ വിളവെടുക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ട് എഴുതിവച്ചിട്ടുണ്ട്.
ഇനി അഞ്ചാമത്തെ ഭാഗം, ബ്രിട്ടീഷ് ഭരണത്തിലെ ആ അസ്വാഭാവികത. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് അടുത്ത കാലം വരെ ചൈനയുടെ ജനസംഖ്യ നമ്മളെക്കാൾ കൂടുതലായിരുന്നത്? അതിനൊരു കാരണമുണ്ട്. അത് നമ്മുടെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. ഈ കണക്കുകളിലേക്ക് ഒന്ന് നോക്കൂ. ചരിത്രം മുഴുവൻ, അതായത് AD 1-ാം നൂറ്റാണ്ട് മുതൽ 1700-കൾ വരെ ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ പങ്ക് എപ്പോഴും ചൈനയേക്കാൾ കൂടുതലായിരുന്നു. ഒരു സമയത്ത് ലോകത്തിലെ 1/3 ആളുകളും ജീവിച്ചിരുന്നത് ഇവിടെയാണ്. എന്നാൽ പിന്നീട് ബ്രിട്ടീഷുകാർ വന്നതോടെ ആ ചരിത്രം അപ്പാടെ മാറിമറിഞ്ഞു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ കണ്ടത് 25-ലധികം വലിയ ക്ഷാമങ്ങളാണ്. ഏകദേശം 3.5 കോടി ഇന്ത്യക്കാരാണ് ആ പട്ടിണിയിൽ മരിച്ചുപോയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 1-ാം ലോകമഹായുദ്ധത്തിൽ ലോകം മുഴുവൻ മരിച്ച ആളുകളുടെ 4 ഇരട്ടിയിലധികം വരുമത്. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയുടെ സ്വാഭാവികമായ ജനസംഖ്യാ വളർച്ചയെ ബലം പ്രയോഗിച്ച് തടഞ്ഞു നിർത്തിയ ഒരു കാലഘട്ടമായിരുന്നു അത്. അവസാന ഭാഗത്തേക്ക് കടക്കാം. ഭീഷണി നേരിടുന്ന ഒരു അനുഗ്രഹം. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഭാഗ്യവശാൽ ആ വലിയ ക്ഷാമങ്ങളൊക്കെ അവസാനിച്ചു. ഇന്ത്യയുടെ ജനസംഖ്യ പതിയെ അതിന്റെ സ്വാഭാവികമായ വളർച്ചയിലേക്ക് തിരിച്ചുവന്നു. എന്നാൽ ഇന്ന് കഥയിലൊരു ട്വിസ്റ്റുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മളെ സംരക്ഷിച്ച അതേ അനുഗ്രഹം തന്നെ ഇന്ന് ഒരു വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ജനസംഖ്യ ഇങ്ങനെ പൊട്ടിത്തെറിച്ചു വളരുകയാണെന്നാണ് നമ്മളിൽ പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്നാൽ സത്യം അതല്ല. ഒരു രാജ്യത്തെ ജനസംഖ്യ കുറയാതെ നിലനിൽക്കാൻ വേണ്ട പ്രത്യുൽപാദന നിരക്ക് 2.1 ആണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിരക്ക് എത്രയാണെന്നറിയാമോ? വെറും 1.9. അതായത് നമ്മൾ ആ നിരക്കിനും താഴെ പോയി. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ജനസംഖ്യ അധികം വൈകാതെ തന്നെ കുറഞ്ഞു തുടങ്ങും. അപ്പൊ നമ്മുടെ യഥാർത്ഥ പ്രശ്നം ജനസംഖ്യയല്ല, മറ്റൊന്നാണ്. നമ്മളെ ഇത്രയും കാലം നിലനിർത്തിയ ആ ഭൂമിശാസ്ത്രപരമായ അനുഗ്രഹങ്ങൾ, അതേ അനുഗ്രഹങ്ങൾ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഹിമാലയത്തിലെ മഞ്ഞുപാളികൾ അതിവേഗത്തിൽ ഉരുകിത്തീരുന്നു. മൺസൂണിന്റെ താളം തെറ്റുന്നു. ഭൂമിക്കടിയിലെ വെള്ളം അപകടകരമായ രീതിയിൽ താഴ്ന്നുപോകുന്നു. നമ്മുടെ ജീവനാഡികളായ പുഴകൾ മലിനമായി വറ്റിവരളുന്നു. അപ്പോ നമ്മൾ അവസാനം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇന്ത്യയുടേത് ഒരു ജനപ്പെരുപ്പത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് ഇത്രയും വലിയൊരു ജനതയെ ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിർത്താൻ കഴിവുള്ള ഭൂമിശാസ്ത്രപരമായ ഒരു മഹത്തായ അനുഗ്രഹമാണ് നമുക്കുള്ളത്. അതുകൊണ്ടുതന്നെ അവസാനത്തെ ചോദ്യം ഇതാണ്: നമ്മളെ രൂപപ്പെടുത്തിയ, നമ്മളെ നിലനിർത്തിയ ഈ അനുഗ്രഹം തന്നെ നമ്മുടെ കൺമുന്നിൽ വെച്ച് ഇല്ലാതാവുമ്പോൾ നമ്മുടെ ഭാവി എന്താകും? ഇതിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു.